ദൈവത്തിന് ഒരു മാതാവും പിതാവും ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സുന്ദരമായ ദിനം. നമ്മെ സംബന്ധിച്ച് നമ്മുടെ തിരുക്കുടുംബ ദേവാലയത്തെയും ഇടവകയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അഭിമാനം കൊള്ളാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് 3 കാര്യങ്ങളാണ് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ളത്. നല്ല മാതാപിതാക്കന്മാരാവുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നവർ, ദൈവത്തെ സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ. വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ദൈവത്തെ സ്വപ്നം കാണുന്നവരായിരുന്നു. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ മാതാപിതാക്കൾ. സുഖത്തിലും ദുഃഖത്തിലും ഏതൊരവസ്ഥയിലും ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച മാതാപിതാക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞത് പ്രകാരമാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എൻ്റെ ദൗത്യം. ഈശോയെക്കുറിച്ച് ചെറുപ്രായത്തിൽ പറഞ്ഞത് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത്. ദൈവശിശുവിനെ വളർത്തിയെടുക്കേണ്ടത് ഇപ്രകാരമാണ് മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സുന്ദരമായ ദിനമാണ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. 3 കാര്യങ്ങൾ നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുക്കുക. മാതാപിതാക്കൾ ഒരുമിച്ച് കൂടി ദൈവിക സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സാധാരണഗതിയിൽ തന്നെ തിരുക്കുടുംബങ്ങളായിത്തീരുന്നു. ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരുനാളിലൂടെ നമ്മുടെ കുടുംബങ്ങളൊക്കെ പുതുതായിട്ട് വാർത്തെടുക്കുവാനായി, പുതുതായിട്ട് വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ട് നാം ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലും പോരായ്മ വന്നു പോയിട്ടുണ്ടാകും. നമുക്കറിയാം, നമുക്ക് ചുറ്റും നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ രാജ്യത്തിന് പുറത്തുമൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അഭയാർത്ഥികളായി തീരുന്നുണ്ട്, യുദ്ധത്തിൻ്റെയും കലാപത്തിൻ്റെയും ഭീതിയിൽ അമരുന്നുണ്ട്. കുടുംബങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. വിശുദ്ധമായ ഇടമാക്കി നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്, ഈശോ വസിക്കുന്ന ഇടമാക്കി ദൈവപുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്നും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോയ് വിൻസെൻ്റെയും അച്ഛൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങളെയും ഒക്കെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയോടൊപ്പം തന്നെ ജോയ് വിൻസെൻ്റെൻ്റെ അച്ഛനായിരിക്കുന്നിടത്ത് അച്ഛൻ്റെ നിയോഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു നല്ല വൈദികൻ നമുക്ക് അതിലെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം തന്നെ ഈ തിരുനാളിൽ കൂടുതൽ മോടികൂട്ടത്തെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഇടവക വികാരിയച്ഛനായ ജോൺസൺ റോച്ച് അച്ഛൻ്റെ ഓരോ സംരംഭവും ഈ കുടുംബങ്ങളൊക്കെ നവീകരിക്കുവാനുള്ള, വിശദീകരിക്കുവാനുള്ള ആ ഒരു പ്രയത്നത്തിൽ ദൈവികമായ ഇടപെടലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് നമുക്ക് ഈ യോഗയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നത് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയും. എന്തെന്നാൽ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബസുഹൃതങ്ങളിലും സ്നേഹശൃംഖലകളിലും ഇവരെ പിരിച്ചെന്ന് അങ്ങേ ഭവനത്തിന്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കരുണാപൂർവ്വമാക്കിയിരുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത പാലിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും. കർഷകരുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കർത്താവിന്റെ വചനം. കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകൾ തൈകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനായിരിക്കും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം എത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യശീലം, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്.
പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാംവിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. ജോസഫ് ഉണർന്ന് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനോട് കർത്താവ് അരുൾ ചെയ്യുന്നത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദേസിന്റെ മരണശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവർ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവൂസ് ആണ് പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദയായി ഭരിച്ചിരുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച
അനുസരിച്ച് അവൻ ഗലീൽ പ്രദേശത്ത് പോയി. അവൻ നസറയേൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവർത്തിക്കാനാണ് നസറത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തത്. കർത്താവിന്റെ സുവിശേഷം. ഇരിക്കുക. അഭിവന്യ അംബ്രോസ് പിതാവേ, ഈ ഇടവകയുടെ നാഥനായ ജോൺസൺ അച്ഛ, ഈ വർഷത്തെ പ്രസിഡന്റിയും ഇന്നത്തെ സഹകാർമ്മികനും മുൻ വികാരിയുമായ ജോയച്ച, പിതാവിന്റെ സെക്രട്ടറി അച്ഛൻ ബിനു അച്ഛ, പ്രസിഡന്റുമാരെ, ബ്രദർ സിസ്റ്റർ, സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, നമുക്കറിയാം എല്ലാ വർഷവും ക്രിസ്തുമസ് കഴിഞ്ഞാൽ ആദ്യത്തെ ഞായർ അത് തിരുക്കുടുംബത്തിന്റെ ഞായറാണ്. എന്താണ് അങ്ങനെ തിരുക്കുടുംബത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത് കുടുംബമാണ്. അതുകൊണ്ടാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ, അതായത് പിതാവായ ദൈവത്തിന്റെ ശബ്ദത്തെ മാംസം ധരിപ്പിച്ച് മനുഷ്യനാക്കി ഭൂമിയിലേക്ക് അയക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം തന്നെ തീരുമാനിച്ചു അതൊരു കുടുംബത്തിൽ നിന്ന് വരണം. അവിടെയും ദൈവം അങ്ങനെ പറയാൻ കാരണമുണ്ട്. മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ അവനെയും ഒരു കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത്. ആദത്തെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു, അതുമല്ലെങ്കിൽ ഹവ്വായെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരു കുടുംബമാക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടി നടക്കുന്നത്. അവിടെയും നിന്നില്ല. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ശിക്ഷയ്ക്ക് അർഹനായപ്പോൾ നോഹയെ വിളിച്ചിട്ട് നോഹയുടെ കുടുംബത്തെ ദൈവം എടുത്ത് പേടകത്തിലാക്കി മറ്റുള്ളവരെ എല്ലാവരെയും ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു. വീണ്ടും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഒരുവനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അബ്രാഹത്തെയും കുടുംബത്തെയുമാണ് ദൈവം തിരഞ്ഞെടുത്തത്. അവിടെയും നിന്നില്ല. അവിടെയും മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും ദൈവം സോദോമിൽ നിന്നും ഗൊമോറയിൽ നിന്നും കൊണ്ടുവന്നിട്ട് സോദോം ഗൊമോറ നശിപ്പിച്ചു. അങ്ങനെ ബൈബിളുടനീളം ഇങ്ങനെ കുടുംബത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകി കുടുംബത്തിൽ നിന്നാണ് എല്ലാം വരേണ്ടതെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ തിരുക്കുടുംബം ഇടവകക്കാര് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ഇടവക തന്നെ. അവിടെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടു, അവിടെ മക്കള് എങ്ങനെയുള്ളവരായിരിക്കണം എന്നവിടെ വിവരിച്ച് പറയുകയാണ്. മക്കളുടെ കാര്യങ്ങൾ, മക്കൾ പിതാവിനെ ബഹുമാനിക്കണം, പുത്രന്മാരുടെ അമ്മയുടെ അവകാശം ഉറപ്പിച്ചിരിക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മക്കളുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് മക്കൾ എങ്ങനെ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ വായനയില് അല്പാൽപമായിട്ട് എങ്ങനെയാണ് ഭർത്താവ് ഭാര്യ ഒക്കെ ചെയ്യേണ്ടതെന്ന് അല്പമായിട്ടൊന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പനെയും അമ്മയെയും കുറിച്ചാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്.
കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്, ബൈക്കിനാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു സൈക്കിളിൽ ഒരു അപ്പൻ മകനെ പുറകിലിരുത്തിയിട്ട് ചവിട്ടി പോവുകയാണ്. ഈ മകനാണെങ്കിൽ അപ്പനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ കാണാൻ പറ്റുന്നില്ല. അപ്പൻ ചെറുതല്ല, അപ്പൻ വലുതല്ലേ, മുൻവശം കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ അപ്പന്റെ പുറത്ത് മുഖവും അമർത്തി പിടിച്ചുകൊണ്ട് അപ്പനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഈ പോക്ക് കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അവന്റെ അടുക്കൽ പോയി നിർത്തിയിട്ട് അവനോട് ബൈക്കിലാണ് പോയിട്ട് അവനോട് എടാ നിനക്ക് പേടിയാവുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവനിങ്ങനെ എന്നെ തുറപ്പിച്ച് നോക്കി. ഇങ്ങനെ മണ്ടനാണെന്ന് തോന്നുന്നല്ല എന്ന് വിചാരിച്ചാണ് എന്നെ നോക്കണത്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ് ഇതെന്റെ അപ്പനാണ്, ഇതെന്റെ അപ്പനാണെന്ന് പറഞ്ഞപ്പോ അവൻ കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, എന്റെ അപ്പനെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പന്റെ കൂടെ ഞാൻ എല്ലാ സംരക്ഷണത്തിലുമാണ് പോകുന്നത്. ഇതാണ് അപ്പൻ. എല്ലാ കുടുംബങ്ങളിലും മക്കൾക്ക് തോന്നണം അപ്പൻ സംരക്ഷകനാണ്, അപ്പൻ കൂടെ ഉണ്ടാകും, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പനാണ്, അപ്പൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയപ്പെടണ്ട. ഇതാണ് അപ്പന്മാർ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് അതൊക്കെ പോയി. അപ്പന്റെ ശ്രദ്ധ മുഴുവനും എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ തത്രപ്പാടിലാണ്. രാവിലെ പോയാൽ മക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ അപ്പൻ വീട്ടിലെത്തുന്നത്. മക്കളുടെ കൂടെ അല്പനേരം ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക? മക്കൾക്ക് അപ്പന്റെ സ്നേഹം കിട്ടുന്നില്ല. ഒരു സംഭവം ഇറ്റലിയിൽ നടന്നതാണ്. അവിടെ ഒരു മകൻ അപ്പന്റെ അടുക്കൽ ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു. അപ്പൻ ഒരു ദിവസം എത്ര പണം കിട്ടും ജോലി ചെയ്താൽ? അപ്പനത് കൃത്യമായിട്ട് അറിയില്ല. അപ്പൻ പറഞ്ഞു ഞാൻ മണിക്കൂറിനാണ് മോനെ ജോലി ചെയ്യുന്നത്, മണിക്കൂർ അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവൻ ചോദിച്ചു അപ്പൊ 1 മണിക്കൂർ ജോലി ചെയ്താൽ എന്ത് കിട്ടും? അപ്പൊ അദ്ദേഹം പറഞ്ഞു 50 യൂറോ. 50 യൂറോ 1 മണിക്കൂറിന് അവന് കിട്ടും. ഉടനെ അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, അന്ന് അങ്ങനെ പോയി. പിറ്റേ ദിവസം അവൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് 50 യൂറോ തരുമോ? നമുക്ക് കാര്യം മനസ്സിലായില്ല. എന്നാലും അവൻ ചോദിച്ചാല് 50 യൂറോ കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം വൈകിട്ട് അപ്പൻ വന്നപ്പോൾ ഇവൻ ഈ പൈസ എടുത്ത് അപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പ 1 മണിക്കൂർ എന്റെ കൂടെ ഇരിക്കോ, ഇതിന് 50 യൂറോ ഉണ്ട്. ആ മകൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ എത്രമാത്രം അപ്പന്റെ സാന്നിധ്യം, അപ്പന്റെ ഒരു കൂടെയിരിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് അപ്പൻ ചെയ്യേണ്ടത്. ഓരോ മാതാപിതാക്കളും അപ്പന്മാരും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ നേടിയാലും എത്ര പണം ഉണ്ടാക്കിയാലും മക്കൾക്ക് ഒരിറ്റ് സ്നേഹം കൊടുത്തില്ല എങ്കിൽ അത് വെറുതെയായി പോകും. ഞാൻ ഒരിക്കലേ തൃശ്ശൂർ ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഒരു വീട് വെച്ചിരിക്കാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ അവർ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ വീടിന്റെ പ്രധാന മുറിയില് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. ഇപ്പൊ കുറെ നേരം ആയിട്ടുണ്ടാവുന്ന കത്തിച്ചു വെച്ചിട്ട് കാത്തിരിപ്പാണ്. അവിടെ ചെന്നു. പിന്നെ അതിൽ താമസിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ സർപ്രൈസും സ്റ്റോളും ഒക്കെ ഇട്ട് വെഞ്ചിരിപ്പ് ആരംഭിച്ചു. വെഞ്ചിരിച്ച് 2ാമത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കട്ടിലിൽ ആരോ കിടക്കുന്നുണ്ട്. ആരാണെന്ന് കാണാൻ പറ്റിയില്ല. വെഞ്ചിരിച്ച് പോയവരെ അതിങ്ങനെ വെഞ്ചിരിച്ച് മറ്റു മുറികളെല്ലാം വെഞ്ചിരിച്ച് വീണ്ടും പ്രാർത്ഥനാ മുറിയിലെത്തി. പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്തിട്ട് ആ കുടുംബനാഥനോട് ഞാൻ ചോദിച്ചു, ആരാണ് ആ മുറിയിൽ കിടക്കുന്നത്? അയാൾ പറഞ്ഞു, ഇത്തിരി വിഷമത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത്, അതെന്റെ ഭാര്യയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിഷമമുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞു, വിഷമമുണ്ട്, എന്നാലും ഈ സന്തോഷം ഉണ്ടച്ചാ. ഞെട്ടിപ്പോയി. സന്തോഷം ഉണ്ടച്ചാന്ന് ഈ കിടക്കുന്നതിലുള്ള സന്തോഷം പെട്ടെന്ന് ചിന്തിച്ചു പോയി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അച്ഛാ, നീണ്ട 18 വർഷം അവൾ എന്നെ ശുശ്രൂഷിച്ചു.
അദ്ദേഹം തന്നെ ഭാര്യയെ എല്ലാ ജോലികളും ചെയ്തു കൊടുക്കുന്നു, മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആ കുടുംബത്തിലെ മക്കൾ പുണ്യവാന്മാരായിട്ട് വളരും. കാരണം അപ്പനിൽ നിന്നും അവന് കിട്ടുന്നത് അത്ര വലുതാണ്. ഒരു വലിയ സന്ദേശമാണ് അവന്റെ അപ്പൻ അവന് കൊടുക്കുന്നത്, ആ മക്കൾക്ക് കൊടുക്കുന്നത്. ഇവിടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്, അവരെ സഹായിക്കാനുള്ള ആ സ്നേഹം. ഇതായിരിക്കണം അപ്പൻ എന്ന് പറഞ്ഞാൽ. ഇനി അമ്മ എന്ന് പറഞ്ഞാലോ, അമ്മ നമുക്കറിയാം, അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. പക്ഷേ അമ്മ കുട്ടിയെ നിയന്ത്രിക്കണം, ശാസിക്കണം, നേരായ മാർഗത്തിലൂടെ കൊണ്ടുവരണം. പരിശുദ്ധ അമ്മ യേശുവിനെ ശാസിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഓർക്കണ്ടാവില്ല, നിങ്ങളവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് ഓർക്കണ്ടാവില്ല. ഒരു പ്രാവശ്യം ശാസിച്ചു. എപ്പോഴാണ്? യേശുവിനെ കാണാതായിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ദൈവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ശാസിക്കുന്നുണ്ട്. എടാ, നീ എവിടെയായിരുന്നു? നിന്റെ അപ്പനും ഞാനും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒരു ശാസനയുണ്ട് അവിടെ. അത് ചീത്ത പറച്ചിലല്ല, ശാസനയാണ്. മോനെ, നീ ഞങ്ങളെ വിട്ടിട്ട് എവിടെ പോയി? ഇവിടെ ഈ ഒരു ആവലാതി എന്തുകൊണ്ടാണ് വന്നത്? അവിടെ അമ്മയുടെ ജീവിതത്തിൽ നിന്നും യേശു നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്ത വന്നപ്പോഴാണ് അമ്മയ്ക്ക് ആവലാതിയും വേവലാതിയും വന്നത്. എന്നാൽ അമ്മ അവിടെ ശാസിക്കുന്നത് തന്റെ മകൻ ദൈവപുത്രനാണെന്ന് കരുതിയിട്ടല്ല. തന്റെ മകൻ തന്റേത് തന്നെയാണ്. ആ മകനെ ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ചുമതല തനിക്കൊണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അമ്മ ശാസിക്കുന്നത്. ഇന്നിപ്പോ അമ്മമാര് ശാസിക്കുന്നുണ്ടോ? ശാസിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ കുറെ ചപ്പേ, ചവറെ, പീര, പിണ്ണാക്കേ ഇവരോട് കുറെ കാലം പറയും, ഇഷ്ടംപോലെ അടിക്കുകയും ചെയ്യരുത്. അവരെ ശാസിക്കണം. അതുപോലെ തന്നെ അമ്മമാര് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടെ നിർത്തണം. കൂടെ നിർത്തി പരിശുദ്ധ കുർബാന കാണിച്ചു കൊടുത്തിട്ട് പറയണം, മോനെ, ഇത് തമ്പുരാനാണ്, നിന്നെ രക്ഷിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ കഴിഞ്ഞ ദിവസം എന്റെ പള്ളിയിൽ ഒരമ്മ 2 കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിട്ടേക്ക് പള്ളിയിൽ ഓടിച്ചാടിയിട്ട് നടക്കരുത്. ആളുകൾക്കും കൗതുകം, നോക്കിയിരുന്ന് ചിരിക്കരുത്. അന്നേരത്തൊന്നും പറഞ്ഞില്ല. കുർബാന കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ അമ്മ ചെയ്യുന്നത് ആത്മഹത്യാപരമായ ദ്രോഹമാണ്. കാരണം ആ കുഞ്ഞിന് കൊടുക്കേണ്ട നല്ല പാഠം കൊടുക്കുന്നില്ല. അവൻ എന്താ വിചാരിക്കാൻ പോകുന്നത്? ഇതൊരു പാർക്കാണ് എന്ന് വിചാരിച്ചവർ കളിച്ച് നടക്കുകയായിരുന്നു. യേശു ജെറൂസലേം ദൈവാലയത്തിൽ ചെന്നപ്പോൾ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തപ്പോ എന്താ ചെയ്തത്? ചാട്ടയുണ്ടാക്കി അടിച്ച് പുറത്താക്കി. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ് ഇപ്പോ വരണമെങ്കിൽ പറയും, മോളെ, നിനക്ക് ദുരിതം, എന്റെ പിതാവിന്റെ ഭവനം നീ പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയും. കാരണം ദൈവാലയത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല നമുക്കുണ്ട്. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഈ ചാടിത്തുള്ളി നടക്കുന്ന കൊച്ചു പിള്ളേര് വലുതായി വരുമ്പോൾ അവൻ പള്ളിയിൽ വരില്ല. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് അവൻ പോകും. അതുകൊണ്ട് തന്നെ അമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ശാസിച്ച് ശിക്ഷിച്ച് നേർവഴിയിലൂടെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ അതൊരു നല്ല കുടുംബമായിട്ട് മാറും, ഒരു തിരു കുടുംബമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബം ഒരു തിരു കുടുംബമായി മാറാൻ അപ്പന്മാര് അവരവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മക്കൾക്ക് ഒരു സാന്നിധ്യം അനുഭവവേദ്യമാക്കി കൊടുക്കുക, മക്കൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക, മക്കളെ സ്നേഹിക്കുക, അമ്മമാരും സ്നേഹിക്കുക, ശാസിക്കുക, മക്കളെ നല്ലവരായിട്ട് വളർത്തുക. സർവേശ്വരനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. Okay.
സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഇക്കാലയളവിൽ നമ്മുടെ സത്പ്രവൃത്തികളല്ല മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചന പ്രാർത്ഥനകൾ സമർപ്പിക്കണം. സഹോദരരെ, നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലോക ജനതയെ സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കുന്നതിന് വേണ്ട കൃപകൾ നൽകി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റീവ് അലക്സ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിൽ ജീവിച്ച യേശുനാഥ, തിരുകുടുംബ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയുക്ത മെത്രാൻ അംബ്രോസ് പിതാവിനെയും വചന സന്ദേശം നൽകിയ ഫ്രാൻസിസ്കോ അച്ഛനെയും ഞങ്ങളുടെ വികാരിയച്ഛൻ ജോൺസൺ കൊച്ച അച്ഛനെയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് മാലാഖമാരിലൂടെ ഞങ്ങളെ അറിയിച്ച നല്ല ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവകൃപയുള്ളവരായി മാറിക്കൊണ്ട് ജീവിതത്തിൽ സമാധാനം കൈവരിക്കുന്നതിനായി അതിനുവേണ്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്ത ബോധവും മൂല്യബോധവും യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വിശുദ്ധിയും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടക്കുന്ന എല്ലാ പ്രസിദ്ധന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവർക്ക് നേതൃത്വം നൽകുന്ന ജോയച്ചനെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സ്ഥലമൊരുക്കാനായി സ്വർഗാരോഹണം ചെയ്ത യേശുവേ, മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്കും സ്വർഗീയ ഭവനത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവേ, നിർമ്മലത്തിൽ ദൈവവും മനുഷ്യനുമായ സംഭവിക്കുവാനായ കനികാമറിയും അങ്ങേ മക്കളുടെ പ്രാർത്ഥന അങ്ങേ മുൻപാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റെടുക്കണമേ. മനസ്സിലുയർന്ന കാഴ്ചയിലും
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാരബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും മാതൃ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപയും സമാധാനത്തും സുസ്ഥിരമായി നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ നിങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ അഭിപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങളിൽ പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടും അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു.
അങ്ങേ ആത്മാവാൽ വലുക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം വെട്ടിക്കൊടുക്കപ്പെട്ട് സമാസാരെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങളെയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായ അലക്സ് മെത്രാനോടും നിയുക്ത മെത്രാൻ അംബ്രോസ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചിട്ടുള്ള സഹോദരങ്ങളെയും അങ്ങേക്കാരുടെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അഭിനയിലെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ നമ്മെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ ആർക്കരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി വഹിക്കുന്നു എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും. ശാപകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം അനുവാദം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും ആപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ അകന്നു വരുന്നു. അങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല വിനയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരുവൻപാട് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ അനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന ഏറ്റരുടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയപ്രകാശങ്ങളാൽ പരിപോഷനായ മക്കളെ തിരുക്കുടുംബത്തിന് മാതൃക നിരന്തരം അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോകദേശങ്ങൾക്ക് ശേഷം ഇവരുടെ നിത്യമായ സമവാസം ഈ മക്കൾ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളേണമേ. നമ്മുടെ തിരുനാളാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുനാൾ ദിനമായ ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് നമ്മുടെ കോട്ടപ്പുറ രൂപതയുടെ നിയുക്ത മെത്രാൻ അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് നമുക്കെല്ലാവർക്കും പിതാവിനെ ഏറെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അധികമൊന്നും പിതാവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനാൽ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ ഒറ്റവാക്കിൽ അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്ന് ഇവിടെ വരികയും നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഒപ്പം തന്നെ പിതാവ് ഏറ്റെടുക്കാൻ പോകുന്ന നമ്മുടെ കോട്ടപ്പുര രൂപതയുടെ അധ്യക്ഷത ആ ഒരു ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അഭിവന്യ പിതാവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വചന പ്രഘോഷണം നടത്തിയത്
ജീവിതത്തെ ആസ്പദമാക്കി ഇന്നത്തെ കുടുംബത്തിൽ അപ്പനും അമ്മയും എങ്ങനെയായിരിക്കണം, ആരായിരിക്കണമെന്ന് വളരെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് കോച്ച് നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയായിരുന്നു. അച്ഛൻ്റെ നല്ല സന്ദേശത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ പിതാവിൻ്റെ സെക്രട്ടറി ബിനോഷിന് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അച്ഛൻ വെള്ളിയാഴ്ചയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും പിതാവിൻ്റെ കൂടെ വന്ന്
കുട്ടികളും അവരുടെ മാതാപിതാക്കന്മാരും 6:30 തന്നെ എത്തിച്ചേരും. കുട്ടികൾ നേരത്തെ വരണം. അവർക്കുള്ള അതുപോലെയുള്ള മതബോധന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ രാത്രി 11:30 നമ്മൾ ആരാധന നടത്തുന്നു. 12 മണിക്ക് ന്യൂ ഇയറിൻ്റെ ദിവസം നമ്മൾ അർപ്പിക്കുന്നു. 24-ാം തീയതി ഡിസംബർ 24-ാം തീയതി നമ്മൾ സ്റ്റാർ നൈറ്റ് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വിജയികളായ വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടി അഭിയുടെ പിതാവിനെ ക്ഷണിക്കുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് വ്യക്തികൾ പേര് വിളിക്കുമ്പോൾ മുന്നോട്ട് വരണമെന്ന് അറിയിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദത്തിനായിട്ട് എഴുന്നേൽപ്പിക്കാം. സമാപന ആശീർവാദം കഴിഞ്ഞിട്ട് എല്ലാവരും 5 മിനിറ്റ് പള്ളിയിലേക്ക് നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്. കർത്താവിനോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ശിരസ്സുവെച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. എന്റെ പുത്രന്റെ മനുഷ്യാവതാരത്താൽ ലോകത്തിന്റെ അന്ധകാരമെല്ലാം നീക്കുകയും അവിടുത്തെ മഹത്വപൂർണ്ണമായ തിരുപ്പിറവിയ ഏറ്റവും പരിശുദ്ധമായ ഈ സുദിനം പ്രകാശമാനമാക്കുകയും ചെയ്ത അർഹതന്മേ ദൈവം നിങ്ങളിൽ നിന്നും പാപാകാരമാക്കി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാക്കുമാറാകട്ടെ. അവിടുത്തെ രക്ഷാകരമായ പിറവിയുടെ മഹത്തായ സന്തോഷം ദൈവദൂതൻ വഴിയാറ്റിടയമായ അറിയിപ്പത്തിലൂടമായ ദൈവം അവിടുത്തെ ആഹ്ലാദത്താൽ നിങ്ങളുടെ മാനസം നിറയ്ക്കുകയും നിങ്ങളെ അവിടുത്തെ സുവിശേഷം ദൂതരാക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയും സ്വർഗവും തീർത്തിണക്കിയ ദൈവം നിങ്ങളെ തന്റെ സമാധാനത്തിലേക്ക് സന്മനസ്സിലേക്ക് നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നു എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. സ്റ്റാർ നൈറ്റ് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് സീരിയൽ നമ്പർ 2. Second prize serial number 4 and third prize serial number 3 and 1.